കണ്ടുവരുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിധമായ റേറ്റിന് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അതേപോലെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെട്ടിച്ചിറ കാർഷിക നഴ്സറി ഫാമിലാണ്. ബോഗൻവില്ലിന്റെ കളക്ഷനാണ്. ബോഗൻവില്ലിന്റെ പിന്നെ കളക്ഷൻ, അതേപോലെ തന്നെ ഇതുണ്ട് അരേക്കല്, റെഡ് ഫാം, ഇതേപോലെ തന്നെ അങ്ങനെ ഒട്ടനവധി ചെടി ഐറ്റംസുകളാണ് ഇതെല്ലാം. ഇതണ്ട ഈ ഇരിക്കുന്നൊക്കെ ചെടി ഐറ്റംസുകളാണ്. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതണ്ട, ഇത് ചൈനാഡോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടിയാണ്. ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഉപയോഗിക്കാം. ഓവർ വെയിലിന്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കലാത്തിയ ലൂട്ടിയ, ഇതുണ്ടോ, ഇത് കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് ചെറുതും വലുതുമായ ഒട്ടേറെ പ്ലാന്റുകൾ നമ്മുടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇൻഡോർ ഐറ്റംസുകൾ ഇതിനുള്ളിൽ കുറച്ചുണ്ട്. ഇൻഡോർ ഐറ്റംസുകൾ ഇതണ്ട, ബേർഡ്സ് ഓഫ് പാരഡൈസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നിലവിൽ ഇതണ്ട, റബ്ബർ പ്ലാന്റ്, അങ്ങനെ ഒട്ടേറെ വെറൈറ്റികളുണ്ട്. ഇത് വെരിക്കേറ്റഡ് എൽക്കോണിയ ഇതണ്ട, ഈ ഇലയിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മളെ സാധാ എൽക്കോണിയാണ്. ഇതണ്ട, ഇതങ്ങനെ ഒട്ടേറെ ചെടികൾ ഇതണ്ട, തെച്ചുണ്ട്, നമ്പ്യാർ വട്ടുണ്ട്, നലസ്റ്റോമുണ്ട്. ഇതണ്ട, ഇതൊക്കെ ഇത് വാട്ടർ എൽക്കോണിയാണ്. വാട്ടർ എൽക്കോണിയ എന്ന് പറയുന്ന സാധനം. ഇതൊക്കെ വാട്ടർ എൽക്കോണിയ നല്ല ഒരു 10 ടണ്ണിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ കലാത്തിയ ലൂട്ടിയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വെറൈറ്റിയാണ്. ഇത് പിന്നെ റെഡ് കലാത്തിയ എന്ന് പറയുന്ന സാധനം കേട്ടോ, റെഡ് കലാത്തിയ എന്ന് പറയുന്നത്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ താഴത്താണെങ്കിൽ പോലും ഇതണ്ട, നമ്മുടെ നിലവിൽ നല്ല കായ്ച്ചു നിൽക്കുന്ന ഇതണ്ട, ലോങ്ങിന്റെ വലിയൊരു മദർ പ്ലാന്റ് ആണ്. ഇതണ്ടല്ലൊക്കെ നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന ഒരു മദർ പ്ലാന്റ് ആണ് നമ്മളെ. ഇതൊക്കെ തൈ നമ്മള് മോഹവിലയാണ്. എന്നാൽ പോലും നമ്മളൊരു മര്യാദ റേറ്റ്, കസ്റ്റമർ വരികയാണെങ്കിൽ ഒരു മര്യാദ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. വലിയ പ്ലാന്റ് ആണ്, നമുക്ക് അറിയാലോ. പിന്നെ ജബോട്ടിക്ക സബാറ. ഇത് കുറച്ച് ടൈം എടുക്കും കായ പിടിക്കാൻ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. കായ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ടോപ്പ്. അതെ. ഒരു മരമുന്തിരി എന്ന് പറയും, നമ്മളെ മലപ്പുറത്തിന് മരമുന്തിരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് അമേരിക്കന്റെ ക്യൂസാം റോഡ് എന്ന് അറിയപ്പെടുന്ന ഒരു മാവാണ്. ഒരു ഫുള്ള് ഡ്രമ്മിലാണ്. ഇതും സെയിലായ പ്ലാന്റ് ആട്ടോ. ഇതൊക്കെ നിലവിൽ സെയിലായ പ്ലാന്റുകളാണ്. ഇതൊക്കെ നല്ലോണം മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതണ്ട, ഇഷ്ടം പോലെ കണ്ടില്ല, ഇവിടെയൊക്കെ മാങ്ങ പിടിച്ച പ്ലാന്റുകൾ. ഇതണ്ട, നല്ല കായപ്പിടുത്തുള്ള വലിയ പ്ലാന്റ്, ഒരു 15 അടിയൊക്കെ ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 അടി 12 അടി വലുപ്പത്തിലുള്ള പ്ലാന്റ് ഇപ്പോഴും നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അത് സാധാ കവറിലാണ് 25, 30, 30 കവറിലാണ് ഇരിക്കുന്നത്. ഇത് ഒലാസാപ്പൂ എന്ന് പറയുന്ന ഒരു ശർക്കര ഫ്രൂട്ട് എന്ന് പറയും. ശർക്കരയുടെ ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ്. ഇതാണ് റൂബി ലോങ്കന്. റെഡ് ലോങ്കന്, റെഡ് റൂബി എന്ന് പറയുന്ന ലോങ്കനാണിത്. റെഡ് കളറിലാണ് ഇതിന്റെ. വലിയ പ്ലാന്റ് ആട്ടോ. അത് നമ്മളൊരു ജംബോ പ്ലാന്റ് ആണ്, ഒരു മദർ പ്ലാന്റ് ആയിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇതിമന്ന് ഇപ്പൊ നമ്മൾ നിലവിൽ ബഡ് ചെയ്യുന്നുണ്ട്. ഇതിമന്ന് തൈ എടുത്തിട്ട് സായനം എടുത്തിട്ട് ബഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടോ, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല ശുദ്ധമായ ഒരു കായാണ്, നല്ല മധുരമുണ്ട്. ഇതാണ് മിയാസാക്കി എന്നറിയപ്പെടുന്ന മാംഗോ. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും റേറ്റ് കൂടിയ ഒരു മാംഗോയിൽ പെട്ടതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് ഇത് 2-3 പ്ലാന്റേ ഉള്ളൂ. ഇത് നിലവിൽ സെയിലായ പ്ലാന്റ് കേട്ടോ. എന്ന് പറയുന്ന ഒരു പ്ലാവാട്ടോ. ഗംലെസ്, നമ്മളെ വിളഞ്ഞിലില്ലാത്ത ചക്ക എന്ന് പറയപ്പെടുന്ന ഇത് അത്യാവശ്യം നല്ല ഇതുണ്ടല്ലേ. ഇത് വലിയൊരു പ്ലാന്റ് ആണ്. അത്യാവശ്യം ഇപ്പൊ ചക്ക കായ പിടിക്കാനായി വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ്, പൊരിക്കാന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചക്കയാണ്. ഇതൊക്കെ ഇപ്പൊ കായ പിടിക്കാനായിട്ടുണ്ട്. ഇങ്ങനെ അതിമന്ന് ചെറിയൊരു ചക്ക ഉണ്ടായിരുന്നു, അത് പോയതാണ്. ഏവിയാർക്ക് കേട്ടോ, ഏവിയാർക്ക് ജാക്ക് എന്ന് പറയുന്ന ലോകത്തിലെ ടേസ്റ്റ് കൂടിയ ചക്കയാണ്. ഏറ്റവും ടേസ്റ്റ് കൂടിയ ചക്കയാണ്. ഇതുണ്ട്, അത് അത്യാവശ്യം ഒരു 12 അടി 20 അടിയൊക്കെ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇത് വിയറ്റ്നാം മാൾട്ട എന്ന് പറയും. നമ്മളെ പച്ചയിൽ തന്നെ മധുരമുള്ള ഒരു മാൾട്ട മുസംബി എന്നൊക്കെ പറയപ്പെടുന്നത്. അതിന് ചെറുതൈകളുണ്ട്. ഇസ്രായേൽ ഓറഞ്ച് ആണ്. ഇതുണ്ട്, അതിപ്പോ നല്ലോണം കായ പിടിച്ച് നിൽക്കുന്ന ഡ്രമ്മിലുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ കവറിലുള്ള പ്ലാന്റ് നമ്മുടെ അടുത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. നിലവിൽ നമ്മളിപ്പോ വൈറ്റ് ലോങ്ങനാണ്. ഇപ്പൊ ഈ ഫ്ലവർ എടുക്കുന്ന വൈറ്റ് ആണ്.
അതേപോലെ ഇതാ ഫോർ സീസൺ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫോർ സീസണ് ഫോർ സീസൺ ഇതാണ്. അതൊക്കെ ഈ നിൽക്കുന്നൊക്കെ ഫോർ സീസൺ ആണ്. ഇത് വിയറ്റ്നാമിന്റെ ഫോർ സീസൺ ആണ്. ഓങ്ക്രോന്റെ തൈയാണ്. അതേപോലെ എഡോസ്റ്റാർ ഉണ്ട്. ഒരുപാട് വെറൈറ്റികളുണ്ട്. റെഡ്, റൂബി, അതേപോലത്തെ ഇത് ബ്ലാക്ക് ലീഫാണ്. ബ്ലാക്ക് ലീഫ് ലോങ്ങനാണ്. ഇതൊക്കെ ബ്ലാക്ക് ആണ്. അതേപോലെ ചൈനന്റെ ലോങ്ങൻ ഉണ്ട്. ഒരു വൈറ്റ് ലോങ്ങനാണ് ഇപ്പൊ നിലവിൽ കായ പിടിച്ച് നിൽക്കുന്ന ചെറിയ പ്ലാന്റ് ആണ്. ഇത് ചെറുപ്പത്തിൽ തന്നെ വൈറ്റ് ലോങ്ങന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്നതല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇവിടൊക്കെ ഉണ്ട് കായ പിടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റും ഫോർ സീസണാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവിങ്. അത് വേറാപ്പിളാണ്. വേറാപ്പിളാണ് ഇത് കണ്ട. ഇഷ്ടംപോലെ കായ പിടിച്ചതാണ്. ഇത് റെഡാണ്. ഇത് റെഡ് ഉണ്ടാ. ഇതൊക്കെ ആദ്യം 200 റുപ്യ വില ഉള്ളൂ കേട്ടോ. ഇത് മാവ് ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പൊ നാംഡോക്ക്, തായ്ലാന്റിന്റെ നാംഡോക്ക് ഗോൾഡ്, ഗ്രീന്, അതേപോലെ അതിന്റെ ചെറിയ പ്ലാന്റുകൾ ഇതുണ്ടോ. ഇതൊക്കെ ചെറിയ പ്ലാന്റുകൾ നാംഡോക്കിന്റെ ചെറിയ തൈകളാണ്. അതേപോലെ തന്നെ കോട്ടൂർക്കോണം ഇതുണ്ടോ. കോട്ടൂർക്കോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, നമ്മളെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങയാണ് കോട്ടൂർക്കോണം എന്ന് പറയുന്നത്. അതിന്റെ ചെറിയ തൈകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതുണ്ട. ഇത് പിങ്ക് ബനാന പിങ്ക് ആണ്. ഇത് അങ്ങനെ ഒട്ടേറെ മാവുകൾ. അതെ കളർ വരുന്നുണ്ടാവും. ഇത് ബ്ലാക്ക് സപ്പോട്ട എന്നറിയപ്പെടുന്ന സാധനം കേട്ടോ. ബ്ലാക്ക് ഒരു വെറൈറ്റി ആണ്. പിന്നെ നല്ലൊരു ടേസ്റ്റ് ആണ്. വെറൈറ്റി ഫ്രൂട്ട് എന്ന് പറയുന്നത് കട്ട്നട്ട് ഇപ്പൊ പിന്നെ കൂടുതലായിട്ട് നല്ല ഇപ്പൊ സെയിലായി കൊടുക്കുന്ന നല്ല മൂവിങ് ഉള്ള ഒരു ഇതാണ്. ഇത് നമ്മളെ താഴ്ച ഞാവള്. അതെ. അപ്പൊ ഇവിടെ നമ്മള് കൂടുതലായിട്ട് വിൽക്കുന്ന സാധനങ്ങൾ ഇതാണ്. നല്ല ടേസ്റ്റ് ആണ്. കുഴപ്പമില്ല. നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്നുണ്ട്. നല്ല വെയിലുള്ളടത്ത് വെക്കണമെന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് വൈറ്റ് ആണ്. വൈറ്റ് ഞാവല്. അത് വൈറ്റ് ഞാവല് ഇപ്പൊ നിലവിൽ ഫ്ലവർ ചെയ്ത തൈയാണ്. ഇതണ്ട. നല്ല സൂപ്പറായിട്ട് അതൊക്കെ ഫ്ലവർ ചെയ്തണ്ട. നല്ല ഫ്ലവർ ചെയ്ത തൈകളാണ് ഇതൊക്കെ. ഇത് നമ്മളെ വിയറ്റ്നാമിന്റെ റെഡ് ആട്ടോ. വിയറ്റ്നാമിന്റെ റെഡ് ആണ്. ചെറിയ പ്ലാന്റ് നിലവിൽ നമ്മുടെ വിയറ്റ്നാമിന്റെ റെഡ് സ്റ്റോക്ക് ഉള്ളൂ. പിന്നെ വിയറ്റ്നാമിന്റെ ഇതിപ്പോ ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് കായ്ക്കും. 1.5 വർഷം കൊണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ സാധാ വിയറ്റ്നാമാണ്. സാധാ വിയറ്റ്നാം ഒക്കെ ഒരു 150 റുപ്യയുടെ തൈയാണ് ഇതൊക്കെ. ഇതുണ്ടോ. ഇതൊക്കെ സാധാ വിയറ്റ്നാം 150 റുപ്യയുടെ തൈയാണ് ഇതൊക്കെ. വിയറ്റ്നാം 150 റുപ്യയുടെ തൈ. പിന്നെ ഇതൊക്കെ തൈ ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ 900 റുപ്യ, 800 റുപ്യ, 700 റുപ്യ പല റേറ്റും കൊടുത്തു. ചക്ക വലുപ്പത്തിനനുസരിച്ചൊക്കെയാണ് പ്രൈസ് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇതുണ്ടോ. വിയറ്റ്നാമിൽ തന്നെ അത്യാവശ്യം കായ പിടിച്ച പ്ലാന്റ്. ഡാൻസൂരി നമ്മളെ റെഡ് ജാക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെ 150 റുപ്യ റേറ്റ് ഉള്ളൂ കേട്ടോ. ഇത് തേൻവരിക്ക. നമ്മളിപ്പോ ഇതിന്റെ വലിയ പ്ലാന്റ് നേരത്തെ കാണിച്ചിരുന്നു. തേൻവരിക്ക എന്നത് J33 എന്നറിയപ്പെടുന്ന ചക്കയാണ്. ഇത് നിലവിൽ 200-നും 150-നും പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതുണ്ട്. വിയറ്റ്നാമിൽ തന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഒരു 8 അടിയൊക്കെ വലുപ്പത്തിലുള്ളത് 500 റുപ്യാണ് വരുന്നത് ഇതിന്റെ വില. ഇത് ഏവിയാർക്കാണ്. ഏവിയാർക്കിന്റെ വലിയ പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു. അതിന്റെ ചെറിയ തയ്യാട്ടോ. ഏവിയാർക്ക് ജാക്ക് ലോകത്തിലെ ഏറ്റവും മധുരം അല്ല ടേസ്റ്റ് കൂടിയ ചക്ക എന്നറിയപ്പെടുന്ന സാധനമാണ്. ഓക്കെ. ഇത് നമ്മളെ മാംഗോസ്റ്റ് ഫ്രൂട്ട് ആട്ടോ. മാംഗോസ്റ്റ് എന്ന് അറിയാലോ. ഇതൊക്കെ ഏകദേശം ഒരു 5 വർഷം പായ്ക്കുള്ള തയ്യാട്ടോ. 5 വർഷം പായ്ക്കുള്ള തയ്യാണ്. ഇതിപ്പോ നിലവിൽ നമ്മളെടുത്ത് ഇപ്പൊ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് 2500 റുപ്യ കേട്ടോ. 2500 റുപ്യ. അത്യാവശ്യം നല്ല കായപ്പെടുത്തുള്ള. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓവർ വെയിലിന്റെ ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തോട്ടത്തിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. പിന്നെ ലിപ്പോട്ടി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലതുണ്ട്. അത്യാവശ്യം നല്ല ഒരു 10 അടി 12 അടി വലുപ്പത്തിലുള്ള ലിപ്പോട്ടി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ ഇത് മട്ടോവ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. കുറച്ച് പൊക്കത്തിൽ പോകുന്ന തൈയാണ്. ഇതൊക്കെ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വലിയ പ്ലാന്റ് നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. വലിയ മാവുകൾ ഇതൊക്കെ ആന്ധ്ര വെറൈറ്റി പെട്ടതാണ്. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ്. വേണ്ട. പിന്നെ ജംബോ പ്ലാന്റുകളൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതുണ്ടല്ലേ. ഇതൊക്കെ അമേരിക്കന്റെ ക്യൂസാം റോഡ് എന്നറിയപ്പെടുന്ന മാവാട്ടാ. അമേരിക്കന്റെ ക്യൂസാം റോഡ് എന്നറിയപ്പെടുന്ന മാവുകളാണ് ഇതൊക്കെ. വേണ്ട. ഒട്ടേറെ തൈ ഇരിക്കുന്നതൊക്കെ പല ഇനം മാവുകളാണ്. ഇതിൽ കുളമ്പുണ്ട്, കോട്ടൂർക്കോണുണ്ട്,
ബനാന ഉണ്ട്, അതേപോലെ തന്നെ ആപ്പിൾ റുമാനിയ, കാറ്റിമൂൺ അങ്ങനെ ഒട്ടേറെ മാവുകൾ. ഇതൊക്കെ വിവിധ റേറ്റുകളാണ്. 700, 500, 1000, 1500, 2000 ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല റിസൾട്ട് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്നതാണ്. ഇപ്പൊ കുളമ്പ്, പൂവിട്ട കുളമ്പുകൾ, സ്ട്രോബെറി പേര് റെഡ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മരമാണ്. ഇതുണ്ടോ, വലിയ പ്ലാന്റ് കേട്ടോ, അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് സ്ട്രോബെറി പേര് റെഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ M18 വലിയ പ്ലാന്റ് ആട്ടോ. ഇപ്പൊ നിലവിൽ ഇതിൽ ഫ്ലവർ ചെയ്ത തൈകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. ഒട്ടേറെ തൈകൾ നമ്മുടെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇത് N18 ഉണ്ട്, അതേപോലെ തന്നെ E35 ഉണ്ട്, പിന്നെ മോർഗാർഡിങ് ഉണ്ട്, അതേപോലെ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ. റംബുട്ടാൻ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ഒക്കെ നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്നതാണ്. ഇപ്പൊ ഇതണ്ട, ഇതിപ്പോ E35 ആണ്, നമ്മളെ യെല്ലോ റംബുട്ടാനാണ്, മഞ്ഞ റംബുട്ടാൻ ഇപ്പൊ നിലവിൽ ഫ്ലവർ ചെയ്ത തൈയാട്ടോ. ഇതിന്റെ ചെറിയ തൈകൾ നമ്മുടെ അടുത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ ഒരു മര്യാദ റേറ്റിന് നമ്മൾ കൊടുക്കാൻ പറ്റൂട്ടോ, മര്യാദ റേറ്റിന്. ഇതണ്ട ചെറിയ തൈകളൊക്കെ ഇതാണ്ട, ചെറിയ തൈകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകൾ. അതണ്ട നല്ല തൈകൾ, കാരണം നല്ല പുതിയ തളിരും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന തൈകളാണ് ഇതൊക്കെ. ഒട്ടേറെ ഇതൊക്കെ കായ പിടിച്ചതണ്ട, ഒക്കെ കായ പിടിച്ച പ്ലാന്റുകളാട്ടോ. അതണ്ട ഇതൊക്കെ കായും ഫ്ലവറും വന്ന പ്ലാന്റുകൾ. ഈ ഇരിക്കുന്നൊക്കെ ഇതണ്ട, ഇതൊന്ന് മൊത്തത്തിൽ തന്നെ കാണിച്ചു കൊടുത്തത്. ഇതണ്ട ഇഷ്ടം പോലെ ചിക്കുണ്ട്. ഇതൊക്കെ 150 ഉറുപ്പ്യ മുതൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. 150 ഉറുപ്പ്യ മുതൽ തുടങ്ങുന്ന പ്ലാന്റ്. ഇതണ്ട ഇതൊക്കെ പൂവും കായും വന്ന് 150 ഉറുപ്പ്യ റേറ്റ് ഉള്ളൂ. ഇതൊക്കെ 150 ഉറുപ്പ്യ. ഇതണ്ട ഇതിമൊക്കെ പൂവും കായുള്ള 150 ഉറുപ്പ്യ ഉള്ളൂ. ഇത് പേര് ഒരുപാട് വെറൈറ്റികൾ. ഇതിലിപ്പോ തായ്പിങ്ക് ഉണ്ട്, അറക്കാക്കിരുണ്ട്, അതേപോലെ തന്നെ E35 ഇതൊക്കെ ഉണ്ട്. ഇതണ്ട പിന്നെ 4K പേര് നമ്മളെ റെഡ് അവിടെ കാണിച്ചല്ലോ, അതിന്റെ എല്ലോ വെറൈറ്റി കേട്ടോ. അത് അതിന്റെ എല്ലോ ആണത്. അതൊക്കെ ഓരോ വെറൈറ്റികളാണ്. ഇതുണ്ട് ഈ പേരൊക്കെ നമുക്കൊരു 150 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുന്ന പേരേട്ടാ. ലളിത് എന്ന് പറയുന്ന പേര് 150 ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുന്ന പേരാണ്. നമ്മൾ സുബൈറാക്ക് അത് സൈറ്റുകളിൽ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സുബൈർക്ക, പിന്നെ എങ്ങനെ നമ്മൾ സൈറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ആളുകൾക്ക് വേണ്ടി പറഞ്ഞു? ഇതിപ്പോ നമ്മളെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് വെട്ടിച്ചിറ കാർഷിക നഴ്സറി, മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ കാർഷിക നഴ്സറിയാണ്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് പടിയത്ത് ഗുൽമിനാർ. നമ്മളെ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പടിയത്ത് ഗുൽമിനാർ ലൊക്കേഷൻ അടിച്ചാൽ നമ്മളെ കറക്റ്റ് നമ്മളെ നഴ്സറിയിൽ വന്ന് ചേരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിധമായ റേറ്റിന് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നിലവിലുള്ള പ്ലാന്റുകൾ നമ്മൾ ഇവിടെ വന്ന് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വീട്ടിൽ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തേണ്ട ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പൊ ഡ്രമ്മിലൊക്കെ നമുക്ക് നിലവിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് സെറ്റ് ചെയ്തതിന് പ്രത്യേക ചാർജ് ഒന്നുമില്ല. നിലവിൽ പ്ലാന്റ് എടുക്കുക, അതിന്റെ വളം കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ടുള്ള ഡെലിവറി എന്ത് ചെയ്യണം, അവർ ഏറ്റെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ഒട്ടേറെ പ്ലാന്റുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന പ്ലാന്റുകൾ നമുക്ക് അവർക്ക് എത്തിക്കാനും കഴിയും. അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയത് ഒരുപാട് വെറൈറ്റി തൈകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആവശ്യക്കാർ വന്നോളി. പിന്നെ നമ്മൾ അവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുക. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ചാപ്പനങ്ങാടിയിലുള്ള, അവിടുത്തെ ഒരുപാട് തൈകൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒക്കെ നല്ല കായപ്പെടുത്തുള്ള 100% റിസൾട്ട് ഇട്ട തൈകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ ഇതിൽ ബന്ധപ്പെട്ടോളി. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് വരുന്ന ആളുകൾക്ക് ചെറിയതായിട്ട് കുറച്ച് ഇവിടുന്ന് തരും കേട്ടോ. അത് ബോസ് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ വെട്ടിച്ചിറയുടെ ഈ വലിയ വീടുണ്ടല്ലോ, ഗുൽമിനാറല്ല, ആ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഫാം വരുന്നത് കേട്ടോ.